കേരളത്തിൽ സംഘപരിവാറിൻ്റെ മുഖ്യ ശത്രു കോൺഗ്രസ് ആണെന്നും ലീഗാണെന്നൊക്കെ തെറ്റിദ്ധരിച്ച് നടക്കുന്നവർ ഈ പ്രതികരണം ഒന്ന് കേൾക്കണം. നിഷ്കളങ്കരായിട്ടുള്ളവരോട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അടിക്കുന്ന ഗീർവാണമാണല്ലോ, ഞങ്ങളാണ് ഫാസിസത്തെ എതിർക്കുന്നവർ. എങ്ങനെ? മുറിക്കകത്ത് കഥകടച്ച് മൗനമായിരുന്ന് ഫാസിസത്തെ ചെറുക്കുന്നവർ, ശരീരത്തിൽ ഒരു പോറല് പോലും ഏൽക്കാതെ ഫാസിസത്തെ ചെറുക്കുന്നവർ. ഇന്ത്യയിൽ സംഘപരിവാറുകാർക്ക് ശത്രുത മൂത്ത് ഒരടി പോലും കൊടുക്കാൻ തോന്നാത്തവരാണ് കേരളത്തിലെ ലീഗന്മാരും കോൺഗ്രസ്സുകാരും ആണെന്നും നിങ്ങൾ മനസ്സിലാക്കണം. അതിന് നിങ്ങൾക്ക് റിപ്പോർട്ടർ ചാനലിലെ ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്ന കുറച്ച് വാചകങ്ങൾ കേട്ടാൽ കൃത്യമായി ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. രാജ്യത്ത് ഫാസിസത്തെ എതിർക്കുന്നത് ഞങ്ങളാണെന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ട് നടക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരോ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് എവിടെയെങ്കിലും സംഘപരിവാർ ഏറ്റുമുട്ടുന്നത് കേട്ടിട്ടുണ്ടോ? പിന്നെ 5-6 നേതാക്കന്മാരെ ഈടി വിട്ട് പേടിപ്പിക്കുന്നുണ്ട്. കാര്യം പലരും കണക്കിൽപ്പെടാത്ത സ്വത്തുകൾ ഇഷ്ടം പോലെ അടിച്ചു മാറ്റി വെച്ചിരിക്കുന്നത് സംഘികൾക്കറിയാം. അത് പോയി ഈടിയെ വിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് നമ്മളോടൊപ്പം വന്ന നിനക്ക് രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ നിന്റെ പണവും പിടിച്ചെടുക്കും, നിന്നെ അകത്താക്കുമെന്ന് അവർ ഒരു ഭീഷണി മുഴക്കുമ്പോൾ പലരും പെട്ടിയെടുത്ത് സംഘപരിവാറിനോടൊപ്പം പോകാറാണുള്ളത്. അതിനെ ഞങ്ങളെ വേട്ടയാടുന്നേ എന്നുള്ള കഥയ്ക്കപ്പുറം